ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇന്ന് പുലർച്ചെ ഇറാൻ തലസ്ഥാനം ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. 100-ലധികം ഡ്രോണുകളുമായി ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. ചെയ്ത തെറ്റിന് ഇസ്രയേൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാണ് ഇസ്രയേലിന് ഇറാന്റെ മറുപടി. ദൌത്യം ഇനിയും നീളുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാൻ തലസ്ഥാനം ടെഹ്റാനെ ലക്ഷ്യമിട്ട് പുലർച്ചെയാണ് ഇസ്രയേൽ ആക്രമണം. ആണവ കേന്ദ്രം, സൈനിക ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ എന്നിവരെ ലക്ഷ്യമിട്ട് 12 ഇടങ്ങളിൽ വ്യോമാക്രമണം. 200ഓളം യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ അഭിമാനമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമി, സായുധ സേനാ തലവൻ മേജർ ജനറൽ മുഹമ്മദ് ബഗേരി, സൈനിക തലസ്ഥാനത്തിന്റെ ചുമതലക്കാരൻ ഗുലാം അലി റാഷിദ് എന്നിവരാണ് കൊല്ലപ്പെട്ട പ്രധാന സൈനിക ഉദ്യോഗസ്ഥർ. IRGC തലവനായിരുന്ന ഖ്വാസിം സൊലൈമാനി കൊല്ലപ്പെട്ട ശേഷം ഇറാൻ നേരിട്ട വലിയ തിരിച്ചടിയാണിത്. IRGC തലവനായി മുഹമ്മദ് പാക്പൌറിനെയും സൈനിക മേധാവിയായി സയ്യിദ് അബ്ദുൾ റഹീം മൗസാവിയെയും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നിയമിച്ചു. റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. ദൌത്യം ഇനിയും നീളുമെന്ന് ആക്രമണം സ്ഥിരീകരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. നഥാൽസിലെ ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമണത്തിൽ തകർന്നെന്നാണ് റിപ്പോർട്ട്. നിലയത്തിൽ നിന്ന് ആണവ ചോർച്ചയില്ലെന്നാണ് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരായ ഫരീദുൻ അബ്ബാസി, മെഹദി തെഹ്റാൻഷി എന്നിവരും കൊല്ലപ്പെട്ടു. ജനവാസ മേഖല ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണമെന്ന് ഇറാൻ ആരോപിച്ചു. ഇസ്രയേലിന് കഠിന ശിക്ഷ നൽകുമെന്നാണ് അയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇരു രാജ്യങ്ങളും വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24.